എന്നിട്ട് ഈ ഹദീസിന്റെ ബാക്കി അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? കേൾക്കുക മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, വന്നാറു മിസ്ലു ദാലിക, ഇപ്രകാരം തന്നെയാണ്, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ് നരകവുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗം എത്രമാത്രമാണ് നിങ്ങളോട് അടുത്തിരിക്കുന്നത്, ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ്. അതേപോലെ നരകവും നിങ്ങളുടെ മേൽ, അതായത് നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുക, ഒരു തിന്മയും നാം നിസ്സാരതയോടെ കാണാൻ പാടില്ല. നാം നിസ്സാരതയോടെ കാണുന്ന പല പാപങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പാപങ്ങളായിരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരട്ടെ, കേട്ടോളിൻ. ഗുഹ്യഭാഗത്തെ രോമം, മീശ വെട്ടുന്ന വിഷയം, നഖം വെട്ടുന്ന വിഷയം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇതൊക്കെ നമ്മൾ നിസ്സാരതയോടെ കാണുന്ന പാവങ്ങളല്ലേ? എന്നാൽ ഇതിലൂടെ വരുന്ന നഷ്ടം എന്താണ് മുഅ്മിനീങ്ങളെ? നാം ചിന്തിക്കണം. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കൂല. ഇബാദത്തുകൾ സ്വീകരിച്ചില്ലെങ്കിൽ സ്വർഗം ലഭിക്കുമോ? കാരണം നാളെ സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമസ്കാരമല്ലേ മുഅ്മിനീങ്ങളെ? അത് അള്ളാഹു സ്വീകരിക്കൂല. നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കൂല. നമ്മളെ നിസ്സാരതയോടെ കണ്ട പാപം അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ പാപമാണ് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമല്ലേ ഇത്? ചിന്തിക്കുക. ഇവിടെയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, വന്നാറു മിസ്ലു ദാലിക, ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറിനോടടുത്തത് തന്നെയാണ് അവന്റെ നരകവും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ ഹദീസിന്റെ സാരം എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നാം നിസ്സാരതയോടെ കാണുന്ന പാപം, മണിയറ രഹസ്യം. നമ്മുടെ ഈ ചില കൂട്ടരുണ്ട്, ചില ആളുകള്, അതായത് രാത്രി മുഴുവൻ തന്റെ ഇണയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പകലിൽ പോയിട്ട് തന്റെ ഒറ്റ ചങ്ങാതിയായ കൂട്ടുകാരെ വിളിച്ചിട്ട് തോളെ കൈയിട്ടുകൊണ്ട് ഇന്നലെ നടത്തിയ മണിയറ രഹസ്യങ്ങൾ പറയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഈ മുസ്ലിം സമുദായത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ? അവര് ആൺ പിശാചുക്കളും പെൺ പിശാചുക്കളുമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കണം, നാം നിസ്സാരതയോടെ കണ്ട പാപമാണ് എന്ത്? മണിയറ രഹസ്യം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത്. ഇവിടെ മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ, ഇവർക്ക് ഒരിക്കലും തൗബയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന്റെ നരകം എന്നത് അവന്റെ ചെരുപ്പിന്റെ വാറിനോട് അടുത്തതാണെന്ന് പറയാനുള്ളതിന്റെ സാരം നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, നാം നിസ്സാരതയോടെ കാണുന്ന പാപമാണ് പരദൂഷണം പറയല്, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയല്. ഇതും എന്താണ്? വലിയ പാപമാണ്. ഇതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരു മനുഷ്യനെ കുറിച്ച് നീ ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, ഉള്ളത് പറയലാണ് മുഅ്മിനീങ്ങളെ പരദൂഷണം എന്ന് പറയുന്നത്, ഇല്ലാത്തത് പറയുന്നത് കളവ് പറയലാണ്. അപ്പോൾ ഇത് നിസ്സാരതയോടെ കാണുമ്പോൾ നിന്റെ നീ ഒരു മനുഷ്യനെ കുറിച്ച് അപവാദം പറയുന്നത് അവന്റെ പച്ചയിറച്ചി തിന്നുന്നതിന് തുല്യമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇത് നിസ്സാരതയോടെ നാം കാണുന്ന പാപമല്ലേ? ഇവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറിനോട് അടുത്തതാണ് അവന്റെ നരകമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നത് പലരും ഇന്ന് നിസ്സാരതയോടെ കാണുന്ന പാപമല്ലേ മുഅ്മിനീങ്ങളെ?
ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ബാങ്ക് വിളിച്ചാൽ ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാല് അവന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? അവസാനത്തെ മന്ത്രമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവന്റെ നാവ് പൊങ്ങുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? മൻ ആഖിറ കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഏതൊരുവന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ ഒരു അനുഗ്രഹമല്ലേ ഇല്ലാതായി പോകുന്നത് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നതിലൂടെ? ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ നരകം ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ് എന്ന് പറഞ്ഞ ഈ വാക്കിന്റെ ഹദീസിന്റെ ഉള്ളടക്കം നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, അതായത് പള്ളിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കൽ, മസ്ജിദുകള് ഇബാദത്തുകളും ഖുർആൻ പാരായണങ്ങൾ കൊണ്ടും ദിക്റുകൾ കൊണ്ടും അദ്കാറുകൾ കൊണ്ടും അലങ്കരിക്കേണ്ട നമ്മുടെ മസ്ജിദുകൾ, അള്ളാഹുവിന്റെ ഭവനങ്ങള്, അവിടെ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്ന, സാമൂഹികപരമായിട്ടുള്ള നാട്ടുവർത്തമാനങ്ങൾ സംസാരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇവരും ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നാം നിസാരതയോടെ കാണുന്ന പല പാപങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപമാണ്. ഇവിടെ മനസ്സിലാക്കണം, പള്ളിക്കകത്തിരുന്ന് അനാവശ്യമായ രീതിയിൽ സംസാരങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന്റെ 40 ദിവസത്തെ അമലുകൾ നഷ്ടമാകുമെന്ന് പറയുമ്പോൾ ഒരു പാപവും നാം നിസാരതയോടെ കാണരുത് മുഅ്മിനീങ്ങളെ. അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പാപമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട, വന്നാറു മിസ്ലു ദാലിക, നിന്റെ ചെരുപ്പിന്റെ വാറിനോട് അടുത്തതാണ് നരകവുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ ഹദീസിന്റെ ഉള്ളടക്കം നാം മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.